ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ കുറച്ച് ചേന നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പറിക്കണം. കാരണം നമ്മുടെ ചേമ്പൊക്കെ പറിച്ച് എല്ലാം നമ്മൾ വിറ്റ് കഴിഞ്ഞോട്ടാ. ഒന്ന് കാണിച്ചു കൊടുത്തത് വേണ്ട. നമ്മുടെ ചേമ്പൊക്കെ നമ്മളെല്ലാം പറിച്ച് നമ്മൾ കടയിൽ കൊണ്ടു കൊടുത്തു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു എന്ന് പറഞ്ഞല്ലേ, ആ ചേട്ടൻ തന്നെ ആട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് ചേനയും കൂടി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേനയാണ് നമ്മളൊന്ന് പറിച്ച് നോക്കണേ. നമുക്കത് പറിച്ച് നോക്കാമെന്ന് ആയോ. ഈ കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ചേന നട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങിപ്പോയി. ഇതിൻ്റെ അടിയിൽ എന്തായാലും ചേന ഉണ്ടാവും. അപ്പം നമുക്കത് നോക്കാം. പൊന്തി അപ്പോൾ നമ്മൾ ആദ്യത്തെ പറിച്ചിട്ടുണ്ട്. പറിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3 കിലോ വലിപ്പമുള്ള ഇതാണ് കിട്ടിയത്. വളത്തിൻ്റെ കുറവാണോ എന്ന് അറിയില്ല, മൊത്തത്തിൽ വലിപ്പം വെച്ചിട്ട് കുറവാണ്. അപ്പോൾ നമ്മൾ ചേനയും ചേമ്പൊക്കെ പറിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു കുഴി ഉണ്ടാവും. ആ കുഴി എന്തായാലും നമ്മൾ മൂടിയിടണം. കാരണം പിന്നീട് അത് പുല്ലൊക്കെ മൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുഴിയിൽ നമ്മൾ തന്നെ അറിയാണ്ട് വീഴും. അപ്പോൾ എന്ത് പറിച്ചാലും കുഴിയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉറപ്പായിട്ടും മൂടിയിടുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടി കഴിഞ്ഞിട്ട് അടുത്തത് പറിക്കാൻ പോവാം. ഇത് നമ്മൾ നട്ടതൊന്നുമല്ല, പറമ്പിൽ എങ്ങനെയോ തന്നെ മുളച്ച് വന്നതാണ്. ഏകദേശം 1 കിലോ മാത്രം വെയിറ്റ് ഉള്ളതാണിത്. എന്നിരുന്നാലും വീട്ടിലത്തെ ആവശ്യത്തിന് നമുക്ക് ഇതൊക്കെ മതിയാവും. ഓക്കെ, നമുക്ക് അടുത്ത് പറിച്ചു നോക്കാം. രണ്ടാളുടെ ഇങ്ങോട്ട് വാ കൊതു. ഏകദേശം 2 കിലോ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇന്ന് 3 ആകെ പറിച്ചേക്കുന്നത്. നമുക്ക് വീട്ടിലേക്ക് ഇത് മതിയാവും. ഇനി നമ്മൾ ഇത് നിർത്തി, ചേന പറിക്കൽ നിർത്തി നമുക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി നമുക്ക് ഒരു സാധനം കൂടി പറിക്കാൻ പോകണം. നമ്മൾ വൈകുന്നേരത്തേക്ക് പപ്പായ വെച്ചിട്ട് മോരുകറി വെക്കാനാണ് ഉദ്ദേശിച്ചത്. അതിനുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പപ്പായ പറിക്കുവാണ്. പപ്പായ പറിച്ച് ഒരു കുപ്പയിൽ വെക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണണേ. ഒരെണ്ണം നമ്മൾ പറിച്ചിട്ടുള്ളൂ, 1 മതി നമുക്ക്. ഇനി നമ്മുടെ പറമ്പിൽ കൊപ്പര ഉണ്ടായിട്ടുണ്ട്.
കൊപ്പര കൊപ്പര എന്നാണ് ഞങ്ങൾ പറയാറ്. അപ്പോൾ നിങ്ങൾ എന്താ പറയണതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൂടി പൊട്ടിക്കാം നമുക്ക്. അതൊരു തോരൻ വെക്കണം. താൻ വേണം വേണം. അടിപൊളി സാധനം. ഇതിനൊക്കെ കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് തരണേ.